ഉള്ള ഒരു 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 പ്രത്യേകത. ആക്ച്വലി അതല്ലാതെ വേറെ കുറച്ചധികം വേറെ പ്രത്യേകതകളുണ്ട് ഈ ഇൻവെർട്ടർ. ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ചെയ്ത സോളിസിൻ്റെ കേരളത്തെ ആദ്യത്തെ ഹൈബ്രിഡ് ഇൻസ്റ്റലേഷനാണ്. നമ്മുടെ ടീം ഇത് വളരെ മനോഹരമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ സോളിസിൻ്റെ 5 kW ഇൻവെർട്ടറിൻ്റെ കൂടെ സ്പൈഡറിൻ്റെ 5 kWh ബാറ്ററീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മെഷീൻ ഓണാക്കാൻ പോവാണ്, കമ്മീഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് വെച്ചാൽ ബാറ്ററിയുടെ സൈഡിലുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ഓണാക്കുക. അത് ഓണാക്കുമ്പോൾ നമ്മുടെ സ്പൈഡറിൻ്റെ ബാറ്ററി ഓണാവും. അതിൻ്റെ താഴെ ഉള്ള കമ്മ്യൂണിക്കേഷൻ കേബിളും കാര്യങ്ങളൊക്കെ അത് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ആ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. നമുക്ക് കുറച്ച് നേരം എടുക്കും ഇതൊന്ന് ലോഡായിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ബാറ്ററിയുടെ ബി എം എസും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു DC MCCB ഉണ്ട് ഇവിടെ. ഈ DC MCCB നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ബാറ്ററിയിലോട്ട് പവർ വരും. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ സൈഡിലുള്ള സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇൻവെർട്ടർ ഓൺ ആവും. ഇൻവെർട്ടർ പോലെ ഇവിടെ ഒരു സ്ക്രീൻ ഇല്ലെങ്കിലും നമുക്ക് ബ്ലൂടൂത്ത് കണക്ഷൻ വഴി നമുക്ക് ഇത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് ലൈവ് ഡേറ്റ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ഡിലേ ഇല്ല. നമുക്ക് വൈഫൈയുടെ കണക്ഷനുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്ഷനുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഇപ്പം ഈവൻ ഈ ഇൻവെർട്ടർ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഇരുന്നിട്ടും റിയൽ ടൈം ഡേറ്റ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. മറ്റേ ഈ അതുപോലത്തെ ഇൻവെർട്ടറുകൾക്കാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഈ ഒരു ഇൻവെർട്ടറിനുണ്ട്. ഹലോ എവരിവൺ, ഞാനിന്നുള്ളത് ട്രിവാൻഡ്രത്ത് വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് നമ്മൾ സോളിസിൻ്റെ ഒരു ഹൈബ്രിഡ് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് കേരളത്തിലെ ഫസ്റ്റ് ഇൻവെർട്ടറാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 5 kW ഇൻവെർട്ടറും 5 kW എസ് പവറിൻ്റെ ബാറ്ററീസും വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ എന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിനകത്ത് ആക്ച്വലി പോലെ ഇൻവെർട്ടറിനകത്ത് പോലുള്ള ഒരു സ്ക്രീനില്ല, പക്ഷേ എന്നാലും ഇതിനകത്ത് വൈഫൈയും ബ്ലൂടൂത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ലോക്കലായിട്ടുള്ള മോണിറ്ററിങ് നമുക്ക് താഴെ മൊബൈലിൽ കൂടെ തന്നെ കാണാൻ പറ്റും. അത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വേറെ ഇൻവെർട്ടറുകൾ വെച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയൊരു സംഭവം, നമ്മൾ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് വെച്ചാൽ ഓഫ് ഗ്രിഡ് മോഡിൽ റൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലോഡിൻ്റെ ഔട്ടിൻ്റെ ന്യൂട്രലും എർത്തും തമ്മിലൊരു ഫ്ലോട്ടിംഗ് വോൾട്ടേജ് കിടക്കുന്ന കാണാം. പക്ഷേ അത് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചില ഇൻവെർട്ടറുകളിൽ ഇതിനകത്തൊരു കോൺടാക്ടറിൻ്റെ എണ്ണം കുറവാണ്. സാധാരണ ഒരു കോൺടാക്ടറുകളിൽ ചില ഇൻവെർട്ടറുകൾ വരുള്ളൂ, പക്ഷേ ഇതിനകത്ത് 2 കോൺടാക്ടറുകൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു കോൺടാക്ടറുകൾ മാത്രം വരുന്ന ഇൻവെർട്ടറുകൾക്ക് നമ്മൾ ഇത് വയറിങ്ങിലാണ് ആ കോൺടാക്ടർ നമ്മൾ വെച്ചിട്ട് അത് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഇൻവെർട്ടർ ആണെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ്. അപ്പം ആ ഒരു ഫ്ലോട്ടിംഗ് വോൾട്ടേജ് വരത്തില്ല. അപ്പോൾ അതായത് നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസുകൾ ഈ ഒരു സിസ്റ്റം വെച്ച് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സിസ്റ്റം വർക്ക് മോഡാണ്. സിസ്റ്റം വർക്ക് മോഡ് എന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിക്ക് ഇതിന് മുമ്പ് ഡേയിലേക്ക് വെച്ച് തന്നെ പറയാമല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രയോറിറ്റി ആദ്യം ഗ്രിഡ് സോളാറിന് നമുക്ക് ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സോളാറിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി നമ്മുടെ ലോഡ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഗ്രിഡിൽ നിന്ന് എടുത്ത് വർക്ക് ചെയ്യും. അതായത് ലോഡും ഗ്രിഡും കൂടെ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് അത് ഷെയർ ചെയ്യത്തില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഡേ ടൈമിലാണെങ്കിലും ഗ്രിഡും ബാറ്ററിയും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ചില കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് നമുക്കത് ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ വളരെ നല്ലതാണ്. നമുക്കിത് ഈ S4ൻ്റെ ബാറ്ററിയോട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പ്രോട്ടോക്കോളൊന്നും സ്കിപ്പ് ചെയ്യാതെ പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 kW നമുക്ക് ഇൻസ്റ്റലേഷൻസിൽ ഈ ഒരു ഇൻവെർട്ടറിനെ ഞങ്ങൾ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ മാത്രമല്ല വേറെ കുറേ അധികം ഇൻവെർട്ടറുകൾ എടുത്ത് നമുക്ക് പറ്റുന്ന ഇൻവെർട്ടറാണെന്ന് നോക്കിയിട്ട് അത് റിവ്യൂ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സമയത്തും ഒരു പൊടിക്ക് മുന്നിൽ നമുക്ക് എന്താണ് നമ്മുടെ എൻഡ് യൂസേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന കാര്യം നോക്കി എപ്പോഴും റിവ്യൂ ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഓരോ പ്രോജക്റ്റും കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലാതെ ചെയ്യുന്നത് ഓരോന്നും ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റിവ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള കാര്യം തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം യൂസ് ചെയ്തത്.
എന്തായാലും ഡെയ്ക്ക് ഇപ്പോൾ ഈ ചില ഫീച്ചേഴ്സ് ഇപ്പോൾ ഇല്ല, എന്നാലും ഡെയ്യുടെ അധികൃതരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ഇനി വരുന്ന ഇൻവെർട്ടറിൽ അവർ അപ്ഡേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ആ ഒരു ഇൻവെർട്ടർ നമുക്ക് വരുന്ന സമയത്ത് നമ്മളെടുത്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പോൾ ഇത് 5 കിലോവാട്ടിൻ്റെ ലോ വോൾട്ടേജ് ഇൻവെർട്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് സിംഗിൾ ഫേസ് ഇൻവെർട്ടറാണ്. നമുക്ക് 3 ഫേസ് ഇൻവെർട്ടറിൻ്റെ യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറുകളും പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. പല ബ്രാൻഡ്സ് ഇനിയും വരാനുണ്ട്. എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതെല്ലാം നോക്കിയിട്ട് ബെറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും. എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. കുറച്ചുകൂടെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോൾ ആക്ച്വലി കുറേ അധികം ഡെയ്യുടെ ഇൻവെർട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ, പെർഫോമൻസ് എങ്ങനെ ഉണ്ട്, കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഇനിഷ്യൽ ഒരു ഇതിനകത്ത് നോക്കിയിട്ട് ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇന്നത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ സോളിസിൻ്റെ ഇതാണ് അവരുടെ ക്ലൗഡ് സോളിസിൻ്റെ തന്നെയാണ്. ഡെയ്യുടെ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അത് സോഫാറിൻ്റെ ക്ലൗഡ് ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടുന്നില്ല. അതാണ് വേറൊരു പോരായ്മ ഡേ വെച്ചാൽ. പക്ഷേ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഈവൻറ്റും രജിസ്റ്റർ ആവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഈ ഒരു ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പറാണ്. ഇപ്പോൾ സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് ചുമ്മാ വാങ്ങി വെക്കുന്ന പോലല്ല. ഓരോ സിസ്റ്റവും ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ഒരു ബിഗ് പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് രീതിയാണ്. എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ആ ഒരു ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് കമ്മീഷൻ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കമ്മീഷനിങ് കാര്യങ്ങൾ. നമ്മളിവിടെ ബാറ്ററി ഓൺ ചെയ്താലും അവിടെ നിന്ന് അവർ പ്രോഗ്രാം ചെയ്തെങ്കിൽ ഇതിൻ്റെ പല ഫംഗ്ഷൻസും വർക്ക് ചെയ്യത്തുള്ളൂ. ഇവിടെ ജസ്റ്റ് ടേൺ കീ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സോഫ്റ്റ്വെയറിലാണ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വൈഫൈ കണക്ഷൻ അടുത്ത് തന്നെ. അത് മാത്രം നമുക്ക് ലാനും ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ അടിപൊളിയാണ്. നമുക്ക് ഏത് പ്രോട്ടോക്കോൾ വേണമെന്നോ അടുത്ത് പറഞ്ഞാൽ ഇനീഷ്യലി അവരത് സെറ്റ് ചെയ്തതിനും പിന്നെ എനിക്കത് റിമോട്ട് മോണിറ്ററിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും അത് ഓരോ സമയത്ത് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു ഹസിൽ ഫ്രീ ഓപ്പറേഷൻ ആയിരിക്കും ഇതിൻ്റെ നിന്നാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ, എന്തായാലും ഇനിയുള്ള കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റുകളും ഇനി അടുത്തുള്ള വീഡിയോയിൽ ഞാൻ അറിയിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിംഗ്. നമ്മൾ സാധാരണ ഡെയ്യുടെ ഇൻവെർട്ടറുകളൊക്കെ നമ്മൾ ഓഫ് ഗ്രിഡ് മോഡ് റൺ ചെയ്യുമ്പോൾ, അതായത് ഗ്രിഡിൻ്റെ ഇൻപുട്ട് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ലോഡിൻ്റെ ന്യൂട്രലും എർത്തും കൂടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്ലോട്ടിംഗ് വോൾട്ടേജ് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇൻവെർട്ടർ നോക്കുമ്പോൾ അങ്ങനൊരു സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സിസ്റ്റം ഉള്ളത്. അപ്പം ഇതിന് കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇൻവെർട്ടറിനകത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോൺടാക്റ്റോട് വരുന്നുണ്ട്. അത് ഡെയ്യുടെ ഇൻവെർട്ടറിൽ വരുന്നില്ല. ഇത് നമ്മൾ ഡെയ്യുടെ അധികൃതരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള വരുന്ന ഇൻവെർട്ടറുകൾക്ക് ആ ഒരു ഫീച്ചേഴ്സും കൂടെ വെച്ചിട്ട് അവർ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഉള്ള ഒരു പ്രത്യേകത. ആക്ച്വലി അതല്ലാതെ കുറച്ചധികം വേറെ പ്രത്യേകതകളുണ്ട് ഈ ഇൻവെർട്ടറിന്. അതായത് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോക്കുമ്പോൾ നമുക്ക് സ്ക്രീനോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിനകത്ത് വൈഫൈ ഉണ്ട്, അതല്ല തന്നെ ബ്ലൂടൂത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു മൊബൈലിൽ ലോക്കൽ കണക്ഷൻ വഴി നമുക്ക് റിയൽ ടൈം ഡേറ്റ നമുക്ക് കിട്ടുന്നതാണ്. അതൊരു നല്ല കാര്യമാണ്. കാര്യം ഇപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. പക്ഷേ എന്നാലും കസ്റ്റമർക്ക് താഴെ ഇരുന്ന് തന്നെ അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ വേറൊരു സംഭവം, സിസ്റ്റം വർക്ക് മോഡിൽ വരുമ്പോൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് പല രീതിയിലാണ്. നമുക്ക് സാധാരണ ഇതിക്ക് ഡെയ്യുടെ ഒക്കെ പ്രോഗ്രാമിലാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സോളാർ, രണ്ടാമത് ഗ്രിഡ്, അവസാനം വേറെ ഒരു സോഴ്സും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡേ ടൈമിൽ ആണെങ്കിൽ പോലും നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് ലോഡ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. 2 കോൺട്രാക്ടർ വരുന്നുണ്ട്. പിന്നെ ലോക്കൽ മോണിറ്ററിങ് നമുക്ക് മൊബൈലിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ എർത്ത് ടു ന്യൂട്രൽ വാല്യൂ അത് നമുക്ക് പ്രോപ്പറായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻവെർട്ടർ ഇവിടെ ചൂസ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, സോ ദിസ് ഈസ് എ വണ്ടർഫുൾ മെഷീൻ. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് സോളിസ് ഹൈബ്രിഡ് സിസ്റ്റം. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.